ദൗത്യസംഘത്തിന്റെ ഭാഗമായി ഇപ്പോൾ ഡെപ്യൂട്ടി കളക്ടർ അടക്കം ഉയർന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, റവന്യൂ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കാരണം ഈ ദൗത്യത്തിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായും ഇവിടെ നിന്നാണ് ആ തീരുമാനം, അതായത് തീരുമാനത്തിലേക്ക് എത്തേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെ എത്തി കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. എത്രയും വേഗം ഈ ദൗത്യത്തിലേക്ക് പോകണമെങ്കിൽ അക്കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത വേണം. അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഈ പ്രദേശത്തേക്ക് നിലയുറപ്പിച്ചിട്ടുണ്ട്. ഒപ്പം ഈ എപ്പോൾ തീരുമാനം, അതായത് ദൗത്യം എപ്പോൾ വേണമെന്ന തീരുമാനം വരുമ്പോൾ അത് നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഈ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെ നിലയുറപ്പിച്ചിട്ടുള്ളത്. ഇവിടെ നിന്നും, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ചുറ്റുപാടും വനമാണ്, വനത്തിനുള്ളിലാണ് ഈ മണ്ണുണ്ടി കോളനി എന്ന് പറയാം. 42 കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ആളുകൾ കോളനിയിൽ ഉണ്ട്. അപ്പോൾ ദൗത്യം നടത്തുമ്പോൾ തീർച്ചയായിട്ടും അവരെയും കൂടി നോക്കേണ്ടതുണ്ട്, അത്തരം മുൻകരുതൽ സ്വീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തൊക്കെ മുൻകരുതൽ വേണം എന്ന കാര്യം കൂടി തീരുമാനിച്ച ശേഷമായിരിക്കും ഈ ദൗത്യത്തിലേക്ക് കിടക്കുക. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതായത് എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പ്രത്യേകിച്ചും ദൗത്യം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് അത്തരത്തിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇതിലും ഇവിടെ ഇപ്പോൾ ദൗത്യത്തിന്, അല്ലെങ്കിൽ അങ്ങനെ ദൗത്യം വേണ്ടി വരികയാണെങ്കിൽ അതിനുള്ളൊരു മുന്നൊരുക്കം എന്ന നിലയാണ് ഈ മണ്ണുണ്ടി കോളനി പരിസരത്ത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. അതായത് ഉന്നത ഉദ്യോഗസ്ഥരും, വനംവകുപ്പ് ഉദ്യോഗസ്ഥരും, പോലീസും ഒക്കെ തന്നെ ഇവിടെ എത്തി കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു തീരുമാനം, ദൗത്യം തുടങ്ങേണ്ട ഒരു തീരുമാനം വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത്. അതെപ്പോൾ വേണം, എങ്ങനെ വേണം തുടങ്ങിയ തീരുമാനങ്ങൾ ഉണ്ടാകുന്ന പക്ഷം ആയിരിക്കും അക്കാര്യത്തിലൊരു കൂടുതൽ വ്യക്തത വരിക. അതിലും ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ കൂടിയാലോചനകളൊക്കെ നടക്കുന്നു. ആ കൂടിയാലോചനകൾക്ക് ശേഷമായിരിക്കും ആ തീരുമാനം വരുമ്പോൾ തീർച്ചയായും ആളുകൾ വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. വയനാട്ടിലെ ജനങ്ങൾ പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ നിന്നുള്ള പുതിയ കണക്കുകളൊക്കെ ഇന്ന് രാവിലെ ഞങ്ങൾ മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്ന 54 പേരുടെ ജീവനാണ് സമീപകാലത്ത് വയനാട്ടിൽ മാത്രം വന്യജീവി ആക്രമണത്തിൽ നഷ്ടമായത്. അതിൽ 40-ലധികം പേരെയും കാട്ടാനയുടെ ആക്രമണത്തിലാണ് ജീവൻ നഷ്ടമായത്. അത്രത്തോളം ഗൗരവതരമായ രൂക്ഷമായ സ്ഥിതിയാണ് വയനാട്ടിൽ ഉള്ളത്. കേരളത്തിലാകെ കഴിഞ്ഞ 8 വർഷത്തിൽ 1000-ഓളം പേർക്ക് ജീവൻ നഷ്ടമായി, 7000-ലധികം പേർക്ക് ഗുരുതരമായ പരിക്ക് പറ്റി. അങ്ങനെ വലിയ തോതിൽ വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്ന ഒരു വലിയ പ്രശ്നം അത് അടിക്കടി ഓരോ ദിവസവും ഉണ്ടാകുന്നു. വയനാട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലുമെല്ലാം ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. അതിൻ്റെ തുടർച്ചയായാണ് ഇന്നലെ ഒരാളെ ആന ചവിട്ടിക്കൊല്ലുന്ന സാഹചര്യമുണ്ടായി.